കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഈ 7 ദിവസക്കാലം നാം ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. ഈ 1-ാം ദിവസം ആരംഭ സമയം ഈ മോർണിംഗ് സെഷനിൽ നിങ്ങൾ വന്നു ചേർന്നതിന് നിങ്ങളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ചില നാളുകളായി ഹൃദയത്തിൽ ഇങ്ങനെ വലിയ ഒരു പ്രേരണയുണ്ടായി. 7 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ തീരുമാനമെടുത്തു. ദൈവം നമ്മുടെ നല്ല ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും മാനിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം ഞാൻ പ്രാരംഭമായി നിങ്ങളോട് പറയാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും അഭയയാചന കഴിക്കാനും എടുക്കുന്ന സമയം നഷ്ടമല്ല. ഇതിനുവേണ്ടി നാം മാറ്റിവെക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല. കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ദൈവസന്നിധിയിൽ വന്നത് എനിക്ക് അനുഗ്രഹമായെന്ന്? പ്രൈസ് ദി ലോർഡ്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിന് വായിക്കാം. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന് മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ! ഈ ദൈവത്തിൻ്റെ തിരുവെഴുത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ള ദൂത് ഞാനും നിങ്ങളും ദൈവം മുമ്പാകെ മടങ്ങി വരണം, അടുത്തു വരണം, ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് നാം എത്തിച്ചേരണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനായ ഹോശേയ ഈ പ്രവചന വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നകന്ന് തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് അന്യദൈവങ്ങളെ സേവിച്ച് ദൈവത്തിൻ്റെ വഴി മറന്ന് അധാർമികരായി ജീവിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രവാചകനായ ഹോശേയയിലൂടെ ദൈവം ഇസ്രായേലിനെ മടക്കി വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ വാക്യങ്ങൾക്കകത്ത് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ്. പ്രവാചകനായ ഹോശേയ പറയുകയാണ്, വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. സ്തോത്രം. അപ്പം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ദൈവജനം, അതാണ് ഇതിനകത്തെ ആദ്യത്തെ ചിന്ത. ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ഈ വാക്യം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചകൻ ഈ വാക്യം പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയായിരുന്നു. സ്തോത്രം. ഹോശേയ 4:1 പറയുന്നു, ദേശത്ത് സത്യമോ ദയയോ
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമോ ഇല്ല. സ്തോത്രം. ദൈവപരിജ്ഞാനമില്ലാതെ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവവൈതലാണെന്ന് അല്ലേ പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം ഓർക്കുന്ന തരത്തിൽ പ്രൈസ് ദി ലോർഡ് ചിന്തകളിലും വിചാരങ്ങളിലുമൊക്കെ ആത്മീയ കാര്യങ്ങളൊക്കെ വിട്ടുപോയി ആരാധനയ്ക്ക് മാത്രം വന്നിരിക്കുമ്പോൾ അല്ലേ മാത്രം ഒരു ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന, സത്യമായി പറഞ്ഞാൽ നമ്മെ പോലെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്ന ആളുകൾ. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പ്രവാചകൻ അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ യാഗത്തിലല്ല, ദയയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ദയയാണ് ഞാൻ ഇച്ഛിക്കുന്നത്. വായിച്ച ആ വാക്യം ഹോശേയ 6:6. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അപ്പൊ ദൈവം പറയുക, നിങ്ങളുടെ യാഗമല്ല വിഷയം, പ്രൈസ് ദി ലോർഡ് ഹോമയാഗമല്ല വിഷയം. നിങ്ങൾ ദയയുള്ളവരായി, ദൈവ പരിജ്ഞാനമുള്ളവരായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം, അവര് ആരാധിക്കുന്നവരാണ്, യാഗം കഴിക്കുന്നവരാണ്, പക്ഷേ ദൈവപരിജ്ഞാനം ഇല്ല. പ്രൈസ് ദി ലോർഡ് ആരാധനയും പാട്ടുമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവം ആരാണെന്നുള്ള ചിന്തയില്ല, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ അകത്തൂടെ വന്ന ഒരു ചിന്തയുണ്ട്. ഞാനും നിങ്ങളും എന്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് ദൈവമുഖം അന്വേഷിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവം ആരാണെന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം, എന്തുകൊണ്ട് വിശുദ്ധരാകണം, എന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് അടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണം, നമ്മുടെ ദൈവം വിശുദ്ധനാകയാൽ നമ്മൾ വിശുദ്ധരാകണം. സ്തോത്രം. നമ്മുടെ ദൈവം നീതിമാനാകയാൽ നമ്മൾ നീതി ചെയ്തേ പറ്റുകയുള്ളൂ. സ്തോത്രം. അപ്പം ഈ ദൈവപരിജ്ഞാനമില്ലെങ്കിൽ വിശുദ്ധിയുമില്ല, മാനസാന്തരവുമില്ല, അല്ലേ ദൈവപരിജ്ഞാനവുമില്ല, പക്ഷെ ആരാധന നടക്കും. സ്തോത്രം. ഹോമയാഗങ്ങൾ നടക്കും, കൈയടിക്കും, പാട്ടുപാടും, ആരാധിക്കും, പക്ഷേ ദൈവപരിജ്ഞാനം നഷ്ടപ്പെടും. ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് പകൽ ഞാനും നിങ്ങൾ അവൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവർ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് പോയി. 4:12 വായിക്കാം. ഹോശേയ 4:12. നോക്കിക്കേ, എൻ്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു, അവരുടെ വടി അവരോട് ലക്ഷണം, ജാതീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനം പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിക്കുക, ആലോചന ചോദിക്കേണ്ടത് സത്യദൈവത്തോടല്ലയോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, പാസ്റ്ററെ ഞങ്ങൾ ഇങ്ങനെ അല്ലേ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ വിഗ്രഹങ്ങളോട് ആലോചന ചോദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ജാതീയ ആചാരങ്ങളിലേക്ക് പോയിട്ടില്ല. പിന്നെ എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി? ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ നടത്തുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങളാണ്. എത്ര പേർക്ക് ഇന്ന് മനസ്സിലായി? സ്തോത്രം, സ്തോത്രം. ആളുകൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരാവശ്യം വരുമ്പോൾ ആളുകളോട് അഭിപ്രായം ചോദിക്കത്തില്ല വെച്ചാ? മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെ അഭിപ്രായം വേണം? മനുഷ്യനോട് ചോദിക്കും. പൈസ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അനുസരിച്ചല്ലേ നമ്മുടെ അഭിപ്രായം പോകുന്നത്? ആരോഗ്യമുണ്ടെങ്കിൽ അതല്ലേ പിന്നെ നമ്മളെ നയിക്കുന്നത്? കഴിവുകൾ ഉണ്ടെങ്കിലോ പിന്നെ ആ കഴിവിലാണ്
നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ കഴിവുണ്ടെങ്കിൽ ആ കഴിവനുസരിച്ച് മുന്നോട്ട് നീങ്ങും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മൾ ആലോചന ചോദിക്കേണ്ടത്, നമ്മൾ അരുളപ്പാട് സ്വീകരിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് അവിടുത്തെ വചനത്തെ നോക്കിയാ. കർത്താവെ, ഞാൻ എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം, എന്താണ് വഴി, എന്താണ് പോകേണ്ട വഴി, അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ ആലോചന മതി എനിക്ക്. ഒരു മനുഷ്യൻ്റെയും ആലോചന പ്രകാരം ഞാൻ നടക്കത്തില്ല. ഒരു വ്യക്തിയുടെയും അവൻ ദൂത് പ്രകാരമല്ല ഞാൻ നടക്കുന്നത്. ഞാൻ നിന്റെ ആലോചന പ്രകാരം നടക്കേണ്ടവനാണ്. നിന്റെ ആലോചന പ്രകാരം ജീവിക്കേണ്ട വ്യക്തിയാണെന്ന് അവൻ അകത്തുറപ്പാക്കുന്നത് മക്കൾ ഇന്ന് പകൽക്കാലം ഈ ദൂതിന് മുമ്പ് മടങ്ങി വന്ന് പറയണം, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. സ്തോത്രം, സ്തോത്രം. 7:11 വായിച്ചേ മോനെ. 7:11. സ്തോത്രം. എവിടുന്ന് മടങ്ങി വരണം? അതിന്റെ ഉത്തരമാണ് നമ്മൾ നോക്കുന്നത്. ഇസ്രായേൽ ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാണ്. അവിടെ പ്രാവിനെ ബുദ്ധിയില്ലാത്ത ഒരു പൊട്ടപ്രാവായി ചിത്രീകരിച്ചിരിക്കുക അല്ലേ? എന്നിട്ട് പറയുക, ഇസ്രായേൽ ജനം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാ. എന്താ ഈ പൊട്ടപ്രാവ് ചെയ്യുന്നത്? അവൻ അശൂരിനെ വിളിക്കുന്നു, മിസ്രൈമിലേക്ക് സഹായത്തിനായി കൈനീട്ടുന്നു. ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ ഇതാ ശത്രുരാജ്യങ്ങളെ, ജാതീയ രാഷ്ട്രങ്ങളെ ആശ്രയിക്കുക. ഇസ്രായേലിന്റെ പണി അതായിരുന്നു. പ്രശ്നം വന്നാൽ ഉടനെ സഹായത്തിനായിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകും. നടത്തുന്ന ദൈവമാ, സഹായിക്കാൻ കരുത്തുള്ളവൻ ദൈവമാ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കത്തില്ല. ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ അവർക്ക് മടിയാ. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ തകർച്ച, പിന്മാറ്റം അതിനവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വേഗത്തിൽ മിസ്രൈമിൽ കുറച്ച് കപ്പം കൊടുത്താൽ, അശൂരിലേക്ക് പോയി സഹായം ചോദിച്ചാൽ, കുറച്ച് പൊന്നും വെള്ളിയുമൊക്കെ കൊടുത്താൽ അവർ നമ്മളെ, സ്തോത്രം, ഇസ്രായേലിലെ രാജാക്കന്മാരുടെ പാപങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ സഹായത്തിനായി കപ്പം കൊടുത്ത് മിസ്രൈമിലേക്ക് പോയവരും സഹായത്തിനായിട്ട് അശൂരിലേക്ക് പോയവരുമൊക്കെ ഉണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത് വെറുത്തു. എൻ്റെ ജനത്തിനൊരു പ്രശ്നം വന്നാൽ, എൻ്റെ ജനത്തിനൊരു പ്രതികൂലം വന്നാൽ, എൻ്റെ ജനത്തിനൊരു പ്രതിസന്ധി വന്നാൽ അവരാശ്രയിക്കേണ്ടത് എന്നെ അല്ലയോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഇന്ന് രാവിലെ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവരോട് ആമൻ ഈ ദൂത് ഞാൻ പങ്കുവെക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നം എന്തുമാകട്ടെ, പ്രതികൂലം എന്തുമാകട്ടെ, അതിന് പരിഹാരത്തിനായിട്ട് നീ പോകേണ്ടത് ദൈവത്തിന് മുമ്പിലാ. അവനെ സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും ആശ്രയിക്കരുതെന്ന് വചനം പറയുന്നെങ്കിൽ, ഇന്ന് പകൽ നിന്റെ പ്രശ്നം എന്താണെങ്കിലും സഹായിക്കാൻ ദൈവത്തിന് കഴിയും. മിസ്രൈമിലെ ആശ്രയങ്ങൾ തീരും കേട്ടോ. മനുഷ്യനിലെ ആശ്രയങ്ങൾ കഴിയും. ഒരാൾക്കും സഹായിക്കാൻ പറ്റാത്ത നിലയിലുള്ള സാഹചര്യം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കും, ഉലകത്തിൽ ആർക്കും എന്നെ വിടുവിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. അതിനെ നമ്മൾ പരിശോധിച്ചാൽ, ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യരിൽ ആശ്രയിച്ച, രാജ്യങ്ങളിൽ ആശ്രയിച്ച, സമ്പത്തിൽ ആശ്രയിച്ച ആമേൻ ഇസ്രായേൽ ജനം തകർക്കപ്പെടുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും. നോക്കണേ, നമ്മളിവിടെ വായിക്കുമ്പോൾ ദൈവം പറയുക, ഇസ്രായേൽ ഒരു പൊട്ടപ്രാവ് പോലെയാണ്. അത് എന്നെ ആശ്രയിക്കേണ്ടതിന് പകരം അശൂരിനെയും മിസ്രൈമിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കാതെ മറ്റെന്തിലുമൊക്കെ ആശ്രയിച്ചാൽ ദൈവം പറയും, നിന്നെ പോലെ ബുദ്ധിയില്ലാത്ത വേറെ ആരും ഇല്ല. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വാ. ആശ്രയമൊക്കെ ഒന്ന് മാറ്റച്ച, മനുഷ്യരിലുള്ള ആശ്രയം ഒന്ന് കുറയ്ക്കേ. സ്തോത്രം. പണത്തിലുള്ള ആശ്രയം നമ്മുടെ കുറയട്ടെ. നമ്മൾ പണം ഇല്ല, നമ്മൾ പണത്തിൽ ആശ്രയിക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഇല്ലാത്തത് കൊണ്ട് ആശ്രയിക്കാത്ത നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ, അതുണ്ടായിരുന്നെങ്കിൽ എല്ലാം മാറിയാനെന്നില്ലയോ. അപ്പം നമ്മുടെ ആശ്രയം എവിടെയാ? അപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലോ? ഇന്ന് ഈ പ്രാർത്ഥനയിൽ പലരും വന്നിരിക്കുകയില്ല അല്ലേ വെച്ചാ? കയ്യിൽ കാര്യങ്ങളൊക്കെ നടന്നാൽ വന്നിരിക്കുകയല്ല. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ ഇരുത്തിയേക്കുന്നത്. എത്ര പേര് ആമേൻ പറയും? അതുകൊണ്ടാണ് ഇന്നിവിടെ ഇരുത്തിയേക്കുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പിന്നെ വിശദീകരിക്കാം. അവനെ ഞാൻ, യഹോവ നമ്മളെ കടിച്ചു കീറിയെന്ന്. സ്തോത്രം. ദൈവത്തെ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിക്കാൻ പോയി, ജാതികളിൽ ആശ്രയിക്കാൻ പോയി. ദൈവം തമ്പുരാൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു?
കടിച്ച് കീറി. സ്തോത്രം. ദൈവം കടിച്ചു കീറിയെന്നേ. ദൈവം പറയാ, നിന്നെ ഞാൻ കടിച്ചു കീറിയിരിക്കുക. ഞാനാ കടിച്ചത്, ഞാനാ കീറിയത്. സൗഖ്യമാക്കാൻ ഒരു മിസ്രൈമിനും പറ്റുകയില്ല, വിടുവിക്കാൻ ഒരു അശൂരനും പറ്റുകയില്ല. ഞാനാ കീറിയതെങ്കിൽ ഞാൻ മാത്രമേ സൗഖ്യമാക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഞാൻ തൊട്ട വിഷയമാ. പകൽക്കാലം ചിലരോട് ദൈവാത്മാവ് പറയുക, ദൈവമാണ് നിന്റെ ജീവിതത്തെ തൊട്ടിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിന്റെ ജീവിതത്തെ സ്പർശിച്ചിരിക്കുന്നതെങ്കിൽ പരിഹാരം വരുത്താൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. മടങ്ങി വരിക, ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. സ്തോത്രം. ഇസ്രായേല് എവിടെ നിന്നാ മടങ്ങി വരേണ്ടത്? അശൂരിൽ നിന്ന് ഇങ്ങ് വരണം, മിസ്രൈമിൽ നിന്ന് നീ ഇങ്ങ് കേറി വരണം. അതുകൊണ്ട് ഇവരോട് ദൈവം വിളിച്ചു പറയുക, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അപ്പോ നാം ഈ ദിവസങ്ങളിൽ ഈ ശബ്ദം കേട്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായി മടങ്ങി വരണം. സ്തോത്രം. മടങ്ങി വരണം. അപ്പൊ അതുകൊണ്ട് മടങ്ങി വരാനുള്ള വഴി ഒരുക്കുന്നത് ആരാ? ദൈവമാ. കാരണം അവൻ എന്നെ മുൻപും പിൻപും അടച്ചു, ഇല്ലയോ? മുമ്പിലും പിമ്പിലും അടച്ചു, മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു. സ്തോത്രം. ഞാൻ നിന്റെ വഴി അടച്ചു. ഞാൻ നിന്റെ മുമ്പിൽ എന്തു ചെയ്തു? വലിയ വേലി കെട്ടി. ദൈവത്തെ അന്വേഷിക്കാതെ, എന്നെ അന്വേഷിക്കാതെ, സ്വന്തം ഇഷ്ടത്തിന് നീ പോയപ്പോ ഞാൻ നിന്റെ മുമ്പിൽ വലിയ വേലി കെട്ടി വെച്ചെന്നാണ് അവരോട് പറയുന്നത്. 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി നിന്റെ വഴിയെ അടയ്ക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുള്ളുകൊണ്ട് വേലി കെട്ടി വഴി അടച്ചു കഴിഞ്ഞാൽ ഈ പോകുന്ന പോക്കിൽ എന്ത് ചെയ്യും? മുള്ളിനകത്തോട്ട് ചെന്ന് തൊട്ട് മേലിൽ എഴുതിയിട്ടുണ്ട്, ഇസ്രായേല് ജാരന്മാരെ അന്വേഷിച്ച് പോവുമായിരുന്നു, അല്ലേ? അവരിങ്ങനെയാ പറഞ്ഞ 5-ാം വാക്യം, എനിക്ക് അപ്പവും വെള്ളവും ആട്ടുരോമവും ശണവും എണ്ണയും പാനീയവും തരുന്ന എൻ്റെ ജാരന്മാരുടെ പിന്നാലെ നീ പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇസ്രായേൽ പറയുക, എന്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത് ഈ ജാരന്മാരാ. എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പാസ്റ്ററെ ഇന്നാരുള്ളത് കൊണ്ടാ. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്. എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലേ, അവരും ഒക്കെ ഉള്ളത് കൊണ്ട്. ചില ആൾക്കാർ പറയും, പാസ്റ്ററെ ഞാൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ പണി ചെയ്യുന്നതുകൊണ്ടാ. പണി ചെയ്യാതെ നടക്കുമോ? നടക്കത്തില്ല. പക്ഷേ പണി ചെയ്യുന്നത് കൊണ്ടാണ് നടക്കുന്നതെന്ന് പറയാൻ പാടില്ല. അതാ വചനം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം എന്നെ സഹായിക്കുന്നതുകൊണ്ടാന്ന് പറയാൻ പഠിക്കേ. സ്തോത്രം, സ്തോത്രം. കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവനുള്ളത് കൊണ്ടാണെന്നും പറയല്ലേ. കാര്യങ്ങളൊക്കെ നടക്കുന്ന അവരുള്ളത് കൊണ്ടാന്ന് പറയല്ലേ. കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബാങ്കിൽ കാശ് കിടക്കുന്നത് കൊണ്ടാന്ന് പറയല്ലേ. ആമേ, കൃപ ദൈവം നടത്തുന്നതാ. ഇവരുടെ ഈ പറച്ചിൽ കേട്ടിട്ട് ദൈവം നമ്പരാൻ പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് അടയ്ക്കും, വേലി കെട്ടും. സ്തോത്രം. അങ്ങനെ ദൈവം ഭയങ്കരമായ വേലി അങ്ങ് കെട്ടി, വേലി കെട്ടി അടച്ചു. അടച്ചപ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഓടിപ്പോവുക, അവരുടെ പിന്നാലെ ഓടുക. ഓടിച്ചെന്ന് ഈ വേലിയിലോട്ട് ചെന്ന് മുറിവുണ്ടായി, കീറിപ്പോയി, കീറി പറഞ്ഞുപോയി. സ്തോത്രം. അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ദേഹം മുഴുവൻ വല്ല പിടി കിട്ടി. എത്ര പേരുണ്ട്? ജീസസ്, ജീസസ്. അങ്ങനെ തകർക്കപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയുക, വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ഇന്ന് പകൽക്കാലം
നമ്മുടെയൊക്കെ ആത്മജീവിതത്തിൻ്റെ ഈ തകർച്ച, പ്രതിസന്ധികൾ കണ്ടിട്ട് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മടങ്ങിച്ചെല്ലാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ദൈവമാണ്. നമ്മൾ മടങ്ങി വന്നാൽ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് മടക്കി വരുത്താൻ ഈ തടസ്സങ്ങൾ, ഈ പ്രതിസന്ധികൾ അനുവദിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രയാസം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചത് നമ്മളൊന്ന് മടങ്ങി വരാൻ വേണ്ടിയാണ്. ഈ രോഗത്തിൻ്റെ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മളൊന്ന് മടങ്ങി വരാൻ വേണ്ടിയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുക, വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. അവിടെ പറയുന്നു, അവൻ നമ്മെ കീറിയില്ലേ? വേലി കൊണ്ടുവച്ചതാരാ? ദൈവം. ശത്രുവിനെ അനുവദിച്ചത് ദൈവം. പ്രതിസന്ധി അയച്ചത് ദൈവം. ദൈവം പറയുക, നിങ്ങൾ മടങ്ങി വന്നാൽ കീറിയ ദൈവം തന്നെ നിങ്ങളെ സൗഖ്യമാക്കും. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം കീറിയത് ദൈവമാണെങ്കിൽ, തകർത്തത് ദൈവമാണെങ്കിൽ, പരീക്ഷ അനുവദിച്ച ദൈവമാണെങ്കിൽ, പ്രതിസന്ധി വരുത്തിയത് ദൈവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ പ്രതിസന്ധിക്ക് അറുതി വരുത്തുവാനും നിന്നെ സൗഖ്യമാക്കുവാനും നിന്നെ മാനിക്കുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയോടെ നിലവിളിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ അടുത്തു വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയുക, ആമേ കീറിയ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവം കീറിയത്, ദൈവം തകർത്തത്, ദൈവം അടിച്ചത്, സ്തോത്രം, നമ്മളെ അങ്ങ് നശിക്കണം, ഇവനൊരിക്കലും ഇനി ഗതി പിടിക്കരുത്, ഇനി ഒരിക്കലും മടങ്ങി വരുതെന്ന് വിചാരിച്ചാണോ? അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവം ഒരാളെ ശാസിക്കുന്നത്, ദൈവം ഒരാളെ ശിക്ഷിക്കുന്നത്, ദൈവം ഒരാളുടെ ജീവിതത്തിൽ പരിശോധനകൾ അയക്കുന്നത്, അതിന് പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്കൊക്കെ പരിചയമുള്ള വാക്യമാണ്. കർത്താവ് സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ശിക്ഷിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ. സ്തോത്രം. ബാലശിക്ഷ നൽകുന്ന എന്തിനാ? നമ്മൾ ശുദ്ധീകരിക്കപ്പെടാൻ, നമ്മൾ മടങ്ങി വരാൻ, നമ്മൾ ദൈവകൃപയിലേക്ക് വരാൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അയച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ നിങ്ങളൊന്നും മടങ്ങി വരാമെങ്കിൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ദൈവം നൽകിയ മുറിവുകൾ ദൈവം കെട്ടും. പ്രൈസ് ദി ലോർഡ്. അവൻ മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണ്. നമ്മുടെ ദൈവം എപ്പോഴും മുറിവിൻ്റെ ദൈവമല്ല, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ട്? സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന, ഈ 7 ദിവസത്തെ ഉപവാസത്തിലൂടെ തകർന്ന ചിലതിന് സൗഖ്യം വരും, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ചില മുറിവുകൾ ദൈവം കൂട്ടിക്കെട്ടും. സ്തോത്രം. ചില തകർച്ചകൾ ദൈവം മാറ്റും. ചില കീറലുകൾക്ക് ദൈവം പരിഹാരം വരുത്തും. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ സഭയ്ക്കകത്ത് മാത്രമല്ല, ആമേൻ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അയക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവം സൗഖ്യമാക്കുന്ന ദൈവം, ദൈവം വിടുവിക്കുന്ന ദൈവം. ആമേൻ. 147 സങ്കീർത്തനം 3-ാം വാക്യം, ഹൃദയം മനം തകർന്നവരെ അവർ സൗഖ്യമാക്കുന്നു. അവരുടെ മുറിവുകളെ. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. ഞാൻ വിശ്വസിക്കുന്നു ഈ ഉപവാസം ചിലരുടെ മുറിവ് കെട്ടാൻ വേണ്ടിയാ. ഈ ഉപവാസം ചിലരുടെ തകർച്ച പരിഹരിക്കാൻ വേണ്ടിയാണ്. ഈ ഉപവാസം ചിലർ ദൈവികമായ വിടുതൽ അനുഭവിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം, സ്തോത്രം. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത മുറിവുകൾ,
വ്യക്തികൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത തകർച്ചകൾ ഈ ഉപവാസത്തിൽ പരിഹരിക്കപ്പെടും, ഈ പ്രാർത്ഥനയിൽ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ആ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, ചെല്ലുക, അകന്ന് നിൽക്കണ്ട, അവന്റെ അടുക്കലേക്ക് ചെല്ലുക, മാറി നിൽക്കണ്ട, അവന്റെ ചാരത്തേക്ക് ചെല്ലുക. കാരണം ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കുവാൻ പദ്ധതിയുണ്ട്. ഇവിടെ പ്രവാചകൻ അതിനൊരു സമയമൊക്കെ പറയുന്നുണ്ടല്ലേ. അവിടെ പറയുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ദൈവത്തിന് നമ്മളെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയിൽ ദൈവത്തിനൊരു രീതിയുണ്ട്, ദൈവത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമം നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് അടുക്കണം. അവിടെ ദൈവം പറയുക, 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും. നമ്മളിങ്ങനെ വലിയ വ്യാഖ്യാനത്തിനൊന്നും പോകണ്ട. ഒറ്റ കാര്യം, നമ്മളെ ജീവിപ്പിക്കാൻ ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയും? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെടുന്നതിന് ദൈവത്തിൻ്റെ ഒരു സമയം. ആദ്യം പറഞ്ഞു, ആദ്യം ജീവനല്ല, ആദ്യം മുറിവ് കെട്ടും. അവൻ നമ്മളെ സൗഖ്യമാക്കും, മുറിവ് കെട്ടും. രണ്ടാമത് പറയുക, 2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരും. എസെക്കിയേൽ 37:5 ഉണങ്ങിയ അസ്ഥികളുടെ കാര്യത്തിലും ഇതുപോലെ ചില ക്രമങ്ങളാ. ആദ്യം എന്ത് ചെയ്തു? ആദ്യമേ ജീവൻ വന്നില്ല. വന്നോ? എന്താ വന്നത്? ആദ്യം അസ്ഥികൾ തമ്മിൽ ചേർന്നു. 37 അടുത്ത് എസെക്കിയേൽ 37 5-ാം വാക്യം ഒന്ന് വായിച്ചു. കണ്ടോ? ദൈവത്തിന്റെ ക്രമം അവിടെ പറഞ്ഞു. ഞാൻ യഹോവയായ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന്. അപ്പൊ ഈ കാര്യം ദൈവം പറഞ്ഞിട്ട് പ്രവാചകൻ ഇത് പ്രവചിക്കുക. ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയുമ്പോ, ഈ പ്രവചന ശബ്ദം വിളിച്ചു പറയുമ്പോ അവിടെ ഒരു കാര്യമുണ്ടായി. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. എന്താ ഭൂകമ്പം വന്നപ്പോൾ? അസ്ഥിയോട് ചേർന്നു. നിങ്ങളൊന്ന് ആത്മാവിൽ അതൊന്ന് കണ്ടു നോക്കിക്കേ. ദൈവത്തിൻ്റെ പ്രവചന ശബ്ദം വെളിപ്പെട്ടപ്പോൾ, പ്രവാചകന്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ടപ്പോൾ അവനൊരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ചേർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അവൻ നോക്കിയപ്പോൾ അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു. അടുത്തത്, അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. സ്തോത്രം. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, കാറ്റിനോട് പ്രവചിക്കുക. പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചു. ദൈവത്തിൻ്റെ ശ്വാസം അവരുടെ മേൽ വന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ശ്വാസം അവരിൽ വന്നപ്പോൾ അവർ ജീവനുള്ള ഏറ്റവും വലിയ സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്നവരോട്, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന ദൈവമക്കളെ, ഈ ഉപവാസത്തിന് നമ്മൾ പ്രതീക്ഷയോടെ വേണം ഇരിക്കാൻ. പ്രതീക്ഷയോടെ വേണം വന്നിരിക്കാൻ. എൻ്റെ കർത്താവ് എന്നെ എപ്പോൾ ജീവിപ്പിക്കും? എൻ്റെ അകത്ത് ആത്മജീവൻ എപ്പോൾ വരും? എൻ്റെ തകർച്ച മാറി എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വരുമ്പോൾ പണ്ടത്തെ പോലെ ഒരു ആത്മാവിൻ്റെ ശക്തി,
ഒരഭിഷേകത്തിൻ്റെ ശക്തി, ഒരു കൃപയുടെ ശക്തി എൻ്റെ മേലെ എപ്പോൾ വരും? എൻ്റെ ജീവിതമൊന്നും മാറുന്നത് എപ്പോഴാണ്? ഒരഭിഷേകത്തിൻ്റെ പുതുക്കമിനിൽ എപ്പോൾ സംഭവിക്കും? പ്രതീക്ഷയോടെ ദൈവശബ്ദത്തിന് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കണം കേട്ടോ. നിങ്ങൾ പ്രതീക്ഷയോടെ വന്നിരിക്കാമെങ്കിൽ ആമേൻ, അവിടെ ഒരു ഭൂകമ്പം വെളിപ്പെട്ടതുപോലെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുക. ആമേൻ, ഉറപ്പായോ നിങ്ങളുടെ അകത്തൊരു മാറ്റം വെളിപ്പെടുക, ഒരു അഭിഷേകം വെളിപ്പെടുക, നിങ്ങളുടെ മേൽ ഒരു ദൈവിക ജീവൻ വെളിപ്പെടുക. ആമേൻ, നിങ്ങൾ ആമേൻ ആത്മാവിൽ ആളു മാറിയവരെ പോലെ ഒരു മാറ്റം നിങ്ങളുടെ അകത്തെ ദൈവം വെളിപ്പെടുത്തും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ജനം ഒരുമിച്ച് കൂടിയിരുന്നു അല്ലേ? എന്താ സംഭവിച്ചത്? അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ജീസസ് ഒരു വലിയ മുഴക്കം. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ടെന്ന് വായിച്ചു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. സ്തോത്രം. എന്താ സംഭവിച്ചത് മോനെ? അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഓ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരായി. അവൻ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഈ ഉപവാസം വെച്ചിരിക്കുന്നതിന് പിന്നിൽ ഈ സഭയ്ക്കകത്ത് ഒരാത്മാവിന്റെ പ്രവൃത്തി നടക്കണം. ജീസസ്. എല്ലാവരുടെ മേലും ഒരാത്മാവിന്റെ ശക്തിയുടെ പകർച്ചയുണ്ടാകണം. എല്ലാവരുടെ മേലും ഒരാത്മ സാന്നിധ്യം വെളിപ്പെട്ടു വരണം. എല്ലാവരുടെ മേലും ഒരാത്മീയ അധികാരം വെളിപ്പെട്ടു വരണം. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. എല്ലാവരും അവൻ ആത്മാവിൽ നിറയപ്പെടണം. ഇതിനകത്ത് ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരുടെ മേലും ഒരാത്മ സാന്നിധ്യം വരണം. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവിന്റെ വാഗ്ദത്തമാ, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. അസ്ഥി താഴ്വരയിൽ ബന്ധം വിട്ട് കിടന്ന അസ്ഥികളെ സ്തോത്രം ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതുപോലെ ഈ കല്ലട ദേശത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കണം. എന്നെ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കണം. ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. അതിന് ദൈവത്തിൻ്റെ പദ്ധതിയാ. അതിനാ ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ മടങ്ങി വരുവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കീറിയത് ദൈവമാണെങ്കിൽ ദൈവം സൗഖ്യമാക്കും. ദൈവം മുറിവ് കെട്ടും. ഗിലെയാദിലെ വൈദ്യനാണവൻ. അവന്റെ കയ്യിൽ സുഗന്ധതൈലമുണ്ട്. അവൻ നമ്മെ സൗഖ്യമാക്കും. മനം തകർന്നവരുടെ മുറിവ് എൻ്റെ ദൈവം കെട്ടും. തീർന്നില്ല. അവന്റെ അഭിഷേകത്തിന്റെ ജീവൻ, അവന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് പകരും. അങ്ങനെ പകരുമ്പോൾ അവിടെ വചനം പറയുകയാണ്, ആമേൻ, അവൻ നമ്മുടെ മേൽ പകരുമ്പോൾ നാം ജീവിച്ചെഴുന്നേൽക്കും. ജീവിച്ച് എഴുന്നേൽക്കും. മൂന്നാം ദിവസം ആമേൻ നിങ്ങൾ എഴുന്നേൽക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ഒന്ന് നോക്കിക്കേ. 2 ദിവസം ഒന്നുമില്ല. മുറിവേറ്റതും മുറിച്ചതും അല്ലേ ദൈവം തന്നെ. പിതാവാണ് ഏൽപ്പിച്ചു കൊടുത്ത പുത്രനെ. പുത്രന്റെ പാപം കൊണ്ടല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ ഓമനകുമാരന് മുറിവേറ്റു. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപമാക്കപ്പെട്ടു. ഉഴവുചാൽ പോലെ അവിടുത്തെ മുതുക് അല്ലെ കീറപ്പെട്ടു. അവിടുത്തെ മുഖം വൈരൂപ്യമായി. സ്തോത്രം. പക്ഷേ മുറിവ് കെട്ടുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ജീവൻ പകരുന്ന പിതാവായ ദൈവം ചേതനയറ്റ ദൈവപുത്രന്റെ ശരീരത്തിൽ
ആത്യന്ത ശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടപ്പോൾ 3-ാം ദിവസം മരണത്തെ ജയിച്ച് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുറിവുകളെ കർത്താവ് കെട്ടും. നിങ്ങളുടെ രോഗത്തെ ദൈവം സൗഖ്യമാക്കും. നിങ്ങളുടെ തകർച്ചകളെ ദൈവം മാറ്റും. അവൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരും. സ്തോത്രം. 3-ാം ദിവസം നമ്മുടെ കർത്താവ് എഴുന്നേറ്റതുപോലെ ഈ സഭ വീണ്ടും ആത്മാവിൻ്റെ പുതുക്കത്തിൽ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. അതിനുവേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാ ഈ ഉപവാസത്തിലേക്ക് വിളിച്ചത്. നമ്മുടെ ആശ്രയം ഒന്ന് കുറയ്ക്കാൻ. സ്തോത്രം. ദൈവത്തിലൊന്ന് ആശ്രയം വെക്കാൻ, ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാ. നമ്മിൽ ആ ജീവൻ പകരാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ. അവിടെ പറയുന്നത് അങ്ങനെ ജീവൻ പ്രാപിച്ചിട്ട് നമ്മൾ പിന്നെ ദൈവത്തെ അറിയണം. യഹോവയെ അറിയാൻ ഉത്സാഹിക്ക. സ്തോത്രം. ഇവര് ദൈവത്തെ അറിയാതാണ് അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് പോയത്, അല്ലേ? ദൈവത്തെക്കാൾ വലിയ സഹായകരാണെന്ന് പറഞ്ഞാണ് അശൂരിലേക്ക് പോയത്. ദൈവത്തെക്കാൾ ഞങ്ങളെ സഹായിക്കും, അമ്മാച്ചനെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അമ്മാച്ചനെ വിളിക്കുന്നത്. ദൈവത്തെക്കാൾ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ഇന്നാരാണെന്ന് വിചാരിച്ച ഈ പോകുന്നത്. ദൈവം പറയാ, ഞാൻ നിന്നെ ജീവിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ നിന്റെ മേൽ അഭിഷേകം പകരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ അഭിഷേകം നിന്നെ പഠിപ്പിക്കും ചിലത്. ഈ അഭിഷേകത്താൽ നീ പിതാവിനെ അറിയും. ഈ അഭിഷേകത്താൽ നീ പുത്രനെ അറിയും. അവിടെ പറയാ, യഹോവയെ അറിയാൻ ഉത്സാഹിക്ക. ഇന്ന് പകൽക്കാലം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അകത്ത് വരുമ്പോഴേ ഈ ദൈവം ആരാണെന്ന് അറിയുന്നത്, അവിടുത്തെ ശക്തി എന്താണെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലവും ഉപേക്ഷിച്ച് ചപ്പന്നും ചാവറന്നും എണ്ണുകയാ. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മുടെ കർത്താവിനെ നാം അറിയണം. അതാ ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്തിനു വേണ്ടിയാ ഈ പരീക്ഷ? എന്തിനാ ഈ പരിശോധന? എന്തിനായി കീറിയത്? എന്തിനെ തകർത്തത്? ഞാൻ ആരാണെന്ന് നീ ഒന്നറിയണം. എൻ്റെ മഹത്വം നീ അറിയണം, എൻ്റെ ബലം നീ അറിയണം, എൻ്റെ ശക്തി നീ അറിയണം. ഈ ഉപവാസത്തിന്റെ ലക്ഷ്യം അതാ, കർത്താവിനെ അറിയണം. നമ്മുടെ കണ്ണുകളെ ദൈവം ഭാഗം എന്ന് പകൽക്കാലം അടയ്ക്കാം. പ്രവാചകൻ വിളിച്ചു പറയുക, ഇസ്രായേലേ, നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. നാം പണ്ടത്തെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. നാം കർത്താവിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരിക. പ്രാർത്ഥനയിലേക്ക് നാം മടങ്ങി വരിക. ദൈവകൃപയിലേക്ക് നാം മടങ്ങി വരിക. നിന്റെ മുറിവുകൾ ദൈവം കെട്ടാൻ പോകുക. നിന്റെ ചതവുകൾക്ക് പരിഹാരം വരാൻ പോകുക. കർത്താവ് നിന്നെ സൗഖ്യമാക്കും. കർത്താവ് നിന്നെ സൗഖ്യമാക്കും. നീ അടുത്ത് വന്നാൽ ദൈവം തൻ്റെ ജീവൻ നിൻ്റെ മേൽ പകരും. 3-ാം ദിവസം നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നീ ആമേൻ ജീവൻ്റെ പുതുക്കത്തിൽ, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ, ദൈവകൃപയുടെ നിറവിൽ നീ എഴുന്നേൽക്കും. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. എന്തിനാ? ദൈവത്തെ നീ അറിയണം. ദൈവത്തെ നീ കൂടുതൽ അറിയണം. ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കുക. ഈ ദൈവത്തെപ്പോലൊരു നല്ല ദൈവം വേറെയില്ല. ഈ ദൈവം നടത്തുന്നത് പോലെ ആർക്കും നിന്നെ നടത്താൻ കഴിയുകയില്ല. ഈ ദൈവം പരിപാലിക്കുന്നത് പോലെ ആർക്കും നിന്നെ പരിപാലിക്കാൻ കഴിയുകയില്ല. ഒന്ന് മടങ്ങി വരുമോ? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമോ? കർത്താവേ, നിന്നെ ഉപേക്ഷിച്ച ജീവിതം, നിന്നിൽ ആശ്രയിക്കാതെ ലോകത്തിലെ മറ്റു പലതിലും ആശ്രയിച്ച എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എന്നെ നിൻ്റെ അടുക്കിലേക്കൊന്ന് മടക്കി വരുത്തണമേ. എൻ്റെ മുറിവുകളെ ഒന്ന് കെട്ടണമേ. എന്നെ അവിടുത്തെ ജീവനാൽ ഒന്ന് നിറയ്ക്കണമേ. അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ. ജീസസ്.